നോക്കിക്കേ, ഞാൻ സ്ട്രോബെറി കെയറിന് ഇറങ്ങിയേക്കെ കേട്ടോ. നമ്മുടെ സ്ട്രോബെറീസ് ഒക്കെ കണ്ടോ നിറച്ച് കള പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. അപ്പം ശരിക്കും സ്ട്രോബെറീസ് ഒക്കെ നട്ട് തുടങ്ങേണ്ട സമയമായി കേട്ടോ. ഇതിപ്പോഴേ നല്ലോണം പ്രിപ്പയർ ചെയ്ത് എല്ലാം റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് നല്ല വിളവെടുപ്പ് കിട്ടത്തുള്ളൂ അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്ട്രോബെറീസ് കുറെ പറിച്ചായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് പറിച്ചെടുത്ത് കളകളെല്ലാം മാറ്റി മണ്ണൊക്കെ നല്ലോണം ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വീണ്ടും വെച്ച് കൊടുക്കാമെന്ന് വെച്ചു. അപ്പം കുറേ റണ്ണേഴ്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ കൂടാണ്ട് പഴയ കുറേ എന്താ പറയുക ഇലകളും തണ്ടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും ഒരു ക്ലീനിങ് വേണ്ട സമയമായി കേട്ടോ. അപ്പോൾ സ്ട്രോബെറി ഞങ്ങൾ ഇന്ന് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം കേട്ടോ. സ്ട്രോബെറിയുടെ ബെഡ് നമുക്ക് ഇത് കണ്ടോ, ഇതെല്ലാം കളയാ. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ പറിച്ചിട്ട് കാര്യമില്ല, കാരണം ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ചെറിയ ചെറിയ കളകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചു ഫുള്ളായിട്ട് അങ്ങ് പറിച്ചേക്കാം. പ്രത്യേകിച്ച് മണ്ണിനും നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്ത് അതിന് എന്താ പറയുക റിച്ച് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ കൊടുത്താലേ നമുക്ക് അടുത്ത പ്രാവശ്യം നല്ല വിളവ് കിട്ടത്തുള്ളൂ. ഓൾറെഡി ഇതേ കണ്ടോ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങി കണ്ടോ. അപ്പം നമ്മൾ ഇനി ഇത് പറിച്ചെടുക്കട്ടെ. ഞാൻ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നില്ലായിരുന്നു, കുറച്ച് ദിവസമായി. ഏതായാലും ഇത് ചെയ്തു തുടങ്ങട്ടെ. ഇപ്പം 3 സ്റ്റെപ്പായിട്ടാണ് നമ്മുടെ സ്ട്രോബെറിയുടെ ഈ ഗാർഡൻ ബെഡ് ഇരിക്കണം കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ സ്ട്രോബെറി എല്ലാം ഇങ്ങനെ കൂടി കൂടി നിൽക്കുക. നമുക്ക് കൊണ്ട് ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. എന്താ ഇതിലെ ഡെഡ് ലീവ്സും കാര്യങ്ങളെല്ലാം മാറ്റി കണ്ടോ എത്ര എണ്ണം നമുക്ക് ഒരെണ്ണത്തിൽ നിന്ന് കിട്ടുമെന്നറിയാമോ. ഇപ്പം നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള കുറച്ചും കൂടെ പോട്ടിംഗ് മിക്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് പിന്നെ കുറച്ച് ഫെർട്ടിലൈസറും ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ എല്ലാം കൂടെ ഇവിടെ എടുത്തു വെക്കും. അപ്പം നമ്മുടെ ആദ്യത്തെ ഗാർഡൻ ബെഡ് അത് ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സ്ട്രോബെറി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു സപ്പോർട്ട് ചെയ്യുന്ന സാധനം. അപ്പം ഇത് നമുക്ക് ഇത് പയ്യങ്ങെടുത്ത് ഇപ്പം സ്ട്രോബെറി താഴെ മണ്ണിൽ കിടന്നിട്ട് ചീത്തയാവേണ്ടിയിരിക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ സ്നെയിൽസും കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പം നമുക്ക് ആ മണ്ണിൻ്റെ അവിടെ നിന്ന് പൊക്കി നിർത്താൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് ക്ലീൻ ആയിട്ടുള്ള സ്ട്രോബെറി കിട്ടും. അപ്പം ഇതതിന് സപ്പോർട്ടിന് വേണ്ടി കൊടുത്തിരുന്നു. അപ്പം നമുക്ക് അതൊക്കെ അങ്ങ് ഊരി മാറ്റാം. ഈ 2 സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ അത്യന്താപേക്ഷിതമായ സാധനം കേട്ടോ. ഇത് കണ്ടോ, ഇത് 2 എണ്ണം ഇത് കളച്ച് മറിക്കാനുള്ള സാധനം. ഭയങ്കര പാടാട്ടോ ഊരിപ്പോരെ. വേണ്ടേ ഓൾമോസ്റ്റ് ഫുള്ള് ക്ലീനായി. ഇടയ്ക്കെൻ്റെ കെട്ടിയും വന്ന് ഹെൽപ്പ് ചെയ്ത് ഫുള്ള് ഞാനല്ല ചെയ്ത് കേട്ടോ. നല്ല പാടാണ്, കാരണം മണ്ണ് കുറേ നാളായല്ലോ ഒന്ന് ഇളക്കിയിട്ടിട്ട്. അതുകൊണ്ട് തന്നെ നല്ല ഹാർഡായിട്ടിരിക്കുക. നല്ലതുപോലെ എല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവെടുക്കാൻ പറ്റും. ഭയങ്കര പാടായിരുന്നു, കാരണം കളയും കീറി എല്ലാം കൂടെ കീറിയിട്ടുണ്ടല്ലോ. ഇതുണ്ടോ അതെ ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് അധികം ഫ്രൂട്ട്സ് ഒന്നും തരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ആ റൂട്ട്സൊക്കെ ഒന്ന് ഇത് ചെയ്ത് കുറച്ച് കണ്ടോ. അതിലൊന്ന് തന്നെ കുറേ എണ്ണം ഉണ്ട്. അതെല്ലാം മാറ്റി നമ്മൾ ഇട്ട് കൊടുക്കണം. ആ കട്ടിയുള്ള റൂട്ട്സ് എല്ലാം ഒന്ന് മാറ്റിക്കളഞ്ഞിട്ട് വേണം നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും ചെയ്യണമെന്നില്ല, 2-3 വർഷം കൂടുമ്പം തന്നെ നമ്മളെല്ലാം എടുത്ത് മാറ്റിയിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സൊക്കെ ചിലർ ഇങ്ങനെ പറയാറുണ്ട് കമൻസിൽ, സ്ട്രോബെറി ഇടുന്നത് ചെറിയ ഫ്രൂട്ടാണ് കിട്ടുന്നതെന്നൊക്കെ. അതൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മൾ കെയർ ചെയ്യുമ്പോൾ നല്ലപോലെ നമ്മുടെ മണ്ണൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം നമ്മുടെ എന്താ പറയുക സ്ട്രോബെറിയൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ ഒരൊറ്റ കൂട്ടമായിട്ട് നിൽക്കുക, അതിൽ തന്നെ കുറേ എണ്ണം കണ്ടോ. ഓൾറൈറ്റ്, അപ്പം ഇതൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. സോ ആദ്യം നമുക്ക് മണ്ണ് പ്രിപ്പയർ ചെയ്യണം. ഇതൊന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം ഒന്ന് കെട്ടിയവനെ വിളിച്ച് എല്ലാം ഒന്ന് ഇളക്കിപ്പിക്കണം. എന്നിട്ട് നമ്മുടെ പുതിയ വളങ്ങളൊക്കെ ഇട്ട് വേണം നമ്മുടെ പുതിയ സീഡ്ലിങ്സ് അല്ല, ആ സീഡ്ലിങ്സ് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് കുറച്ച് സ്പേസ് ഒക്കെ കൊടുത്ത് ഒന്ന് റെഡിയാക്കി വെക്കാൻ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതേ നമ്മുടെ സ്ട്രോബെറിയുടെ ബെഡ് ഫുള്ള് നമ്മൾ ക്ലീൻ ആക്കി നമ്മളെല്ലാം പറിച്ചിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് ആദ്യം മണ്ണ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. അപ്പം എൻ്റെ കിട്ടിയാൽ ഇവിടെ ഗാർഡൻ ബെഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ലൂസ് സോയിലായിരുന്നു. പക്ഷെ നമ്മൾ പറിച്ചപ്പോൾ ഭയങ്കര കട്ടിയായിരുന്നു. സാധനങ്ങളെല്ലാം വരാൻ വേണ്ടിയിട്ട് കളകളൊക്കെ കീറി അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഇതായിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതിനകത്ത് നമ്മൾ ഓൾ പർപ്പസ് പോട്ടിംഗ് മിക്സ് ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. പൂവൊക്കെ ആയി തുടങ്ങുമ്പോൾ പയ്യെ പൊട്ടാഷ്യം കൂടിയൊക്കെ ആഡ് ചെയ്യാനാണ് പ്ലാന്. അവിടെ ഇച്ചിരി കട്ടി കൂടുതൽ കണ്ടോ, കളയുടെ വേരുകളൊക്കെയാണ് കൂടുതൽ. അതെല്ലാം നമ്മളെടുത്ത് മാറ്റി
നമ്മൾ റെഡിയാക്കണം. ഇത് തന്നെ നമ്മുടെ ഓൾ പർപ്പസ് ഗാർഡൻ മിക്സ് ആണ്. ഇതിനകത്ത് ഓൾറെഡി ഫെർട്ടിലൈസർ ഉണ്ട്. അപ്പം കൺട്രോൾഡ് 3 months വരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ നമ്മൾ ഇതിട്ട് കൊടുക്കുവാണ്. ഇതിൻ്റെ പുറത്ത് ഇതും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന സീഡ്ലിങ്സ് കൂടെ പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് വേണം എല്ലാം എടുത്ത് നടാൻ വേണ്ടിയിട്ട്. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ഗാർഡൻ ബെഡ്? അടിപൊളിയായിട്ടില്ലേ? നമ്മൾ അവിടുന്ന് പറിച്ചെടുത്ത് വെച്ച നമ്മുടെ സ്ട്രോബെറി ആണ്. ഇതിനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ സീഡ്ലിങ്സ് ആയിട്ട് ഞാൻ എടുത്ത് മാറ്റിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് നമ്മുടെ ഗാർഡൻ ബെഡിലോട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിനുള്ള പരിപാടി ഞാൻ തുടങ്ങുന്നത്. ഇച്ചിരി സമയം എടുക്കും. അപ്പം നമ്മുടെ ഗാർഡൻ ബെഡ് അതിൽ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് റെഡിയാക്കി വെക്കാം. നമ്മൾ കുറച്ച് സീഡ്ലിങ്സ് ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, എല്ലാം ക്ലീൻ ആയിട്ട് എല്ലാം മാറ്റി സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നായിട്ട് കണ്ടോ, ഇങ്ങനെ ഓരോന്നായിട്ട് മാറ്റി എടുത്ത് വെച്ചേക്കുക കേട്ടോ. കണ്ടോ, നമ്മൾ നട്ട് തുടങ്ങുവാണ്. ഇപ്പോൾ ഒരു 5 to 10 centimeter അകലത്തിൽ ഞാൻ, കാരണം കൂട്ടത്തോടെ അല്ലല്ലോ വെക്കുന്നത്, ഓരോരോ സീഡ്ലിങ്സ് ആയിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കുറച്ച് ഒരു അകലം കൊടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇത് മാത്രമല്ല, അപ്പുറത്തെ സൈഡിലും ഈ ബാക്കി വന്ന സീഡ്ലിങ്സ് എടുത്തിട്ട് നടാനുള്ള പ്ലാനുണ്ട്. കാരണം നിറച്ചുണ്ടായിട്ടുണ്ട്, നമ്മൾ എടുക്കുമ്പം തന്നെ കുറേ ഉണ്ട്. സോ 2 റോ ആയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ സ്ട്രോബെറി തൈകളെല്ലാം നമ്മൾ ഇന്ന് നട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത് നല്ലപോലെ വളരട്ടെ അല്ലേ. ഇനി പ്രോപ്പറായിട്ട് നമ്മൾ വാട്ടറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ സ്ട്രോബെറി വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.